ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ചിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ 6 പേരും 2 സീറ്റേ ഉള്ളൂ, അതും 6 AC. കുട്ടിയും ചട്ടിയും പെട്ടിയൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങിത്തിരിച്ചത് ഈ ഇരിക്കുന്ന ഒറ്റൊരാളുടെ കോൺഫിഡൻസ് കാരണം മാത്രമാണ്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് 4 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ എന്നോട് ശരണ്യ പറഞ്ഞു, നീ വന്നോ, നമ്മളെ കയ്യിൽ 4 ടിക്കറ്റ് ഉണ്ട്, നമുക്ക് ഒന്ന് ചടിച്ച് പൊളിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ചാട്ട് പ്രിപ്പയർഡായി വന്നപ്പോഴത്തേക്കും അവരെ 2 സീറ്റ് 6 AC കിട്ടിയല്ലോ പണി. ഇപ്രാവശ്യം ആരെ കണ്ടാണാവോ ഇറങ്ങിയതെന്ന് അറിയില്ല. കയറി നോക്കുമ്പോൾ ടി ഒരു ലേഡിയായിരുന്നു. അവരാണെങ്കിൽ എന്തോ ഒരു വിധത്തിലും നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവർ കോട്ടയിലാണ് ഇറങ്ങിയത്. കോട്ടയിൽ ഇറങ്ങി രണ്ടാമതൊരു ടി കയറി. അവരാണ് പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു സീറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ ആ പെണ്ണുങ്ങൾ പറയാതിരുന്നത് അവർക്ക് വല്ല പൈസയും കൊടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഇന്നത്തെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം എന്തൊക്കെ എണ്ണക്കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഒരു പ്രാവശ്യം നമുക്ക് നല്ല പണി കിട്ടിയതായിരുന്നു. എനിക്ക് നാട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം കുട്ടികളൊക്കെ ഇവിടുന്നൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. കുറേ സമയം ഇരിക്കുമ്പോൾ പിന്നെ ബോറടി തുടങ്ങുമല്ലോ. അതും പോരാഞ്ഞിട്ട് ട്രെയിൻ നല്ല ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര വരെ കുഴപ്പമില്ലായിരുന്നു, അതിനുശേഷം പിന്നെ നല്ല ലേറ്റായിരുന്നു. ഗ്യാസിൻ്റെ പ്രശ്നം എല്ലാ മേഖലയിലും നല്ലോണം ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഫുഡ് ഒന്നും ഇതിൻ്റെ അകത്തുനിന്ന് കറക്റ്റ് സമയത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. രാത്രിയൊക്കെ പണ്ടൊക്കെ ഒരു 7-8 മണിയാകുമ്പോഴത്തേക്ക് വരുന്നത്, ഇപ്രാവശ്യം 9:30-10 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കുട്ടിയൊക്കെ ഉണ്ടോ, ട്രെയിനിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ കളിപ്പാട്ടങ്ങൾ, കമ്മലുകൾ അങ്ങനത്തെ ഓരോന്ന് കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഈ കുട്ടി ഇരിക്കുന്നിടത്ത് തന്നെ അയാൾ കൊണ്ടുവന്ന് തൂക്കിയിട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഏതൊക്കെയോ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോൾ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടുള്ളൂ കേട്ടോ. അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. അങ്ങനെ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ സ്വന്തം രാജ്യത്ത്, നമ്മൾ കേരളത്തിൽ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. രാത്രി 10:30 എത്തേണ്ട ട്രെയിനാണ്. വെളുപ്പിന് 1:30 എത്തിയത്. ഇനി നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് രാത്രി ഏകദേശം ഒരു 2:30 ആയിട്ടോ. എന്താണെന്നറിയില്ല, ഇവിടെ പടക്കം പൊട്ടികളും അതും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഛർദ്ദിച്ചു. എനിക്ക് AC ഇട്ട് കാറിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ വരുന്ന കടയിൽ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. വരുമ്പോൾ ചെമ്പും മന്തും ഇടിവെട്ട് ജ്യൂസ് കട. ലൊക്കേഷൻ ഇവിടെ നാദാപുരം ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു. ഇത്ര ലേറ്റായിട്ട് ആര് വരാനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫാമിലി സഹേതാണ് കേട്ടോ. അത് കൂടുതൽ വരുന്നത് ഈ മുസ്ലിംസാണ്. നല്ല തിരക്കായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി നാട്ടിലത്തെ നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം.